മസ്റ്റർഡ് സീഡ്സ് ഫില്ല് ചെയ്ത ഒരു ബേബി പില്ലോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നോർത്ത് ഇന്ത്യയിലാണ് ഇത് സാധാരണ ഉപയോഗിക്കുന്നത്. കടുക് തലയണ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ അത്ര പ്രചാരത്തിൽ വന്നിട്ടില്ല, എന്നാലും ഉപയോഗിക്കുന്നുണ്ട്. പില്ലോ ഉപയോഗിച്ചാൽ തല വേഗം ഷേപ്പാവും. അപ്പം ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ഫസ്റ്റ് മസ്റ്റേർഡ് നിറയ്ക്കേണ്ട ഇന്നർ ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ് പറഞ്ഞുതരാം. 15.5 ഇഞ്ച് ലെങ്ത്തും 12.5 ഇഞ്ച് വിഡ്ത്തുമുള്ള 2 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തിട്ട് 4 സൈഡും ഒന്ന് ചെറുങ്ങനെ ഒരു റൗണ്ട് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റിച്ച് ചെയ്യേണ്ട എളുപ്പത്തിനാണ്. കവർ ഞാനൊരു കളർ പ്രിൻറ്റഡ് ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മെഷർമെൻറ്റ് 20 ഇഞ്ചസ് ലെങ്ത്തും 16.25 ഇഞ്ച് വിഡ്ത്തുമുള്ള ഒരു പീസാണ്. ഇത് ഫ്രണ്ട് പീസാണ്. അതിന് ഫ്രില്ലിന് വേണ്ടിയിട്ട് 2.25 ഇഞ്ച് ഞാൻ ചുറ്റും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു പീസാണ് വേണ്ടത്. 1 പീസാണ് ആവശ്യം. പില്ലോ കവർ ബാക്ക് പീസ് ഞാൻ 2 പീസാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് സ്മോളും ഒന്ന് കുറച്ച് ബിഗും. അതിൻ്റെ വിഡ്ത്ത് സെയിം മെഷർമെൻറ്റാണ്. 16.25 ഇഞ്ച്. രണ്ടും 16.25 ഇഞ്ചാണ് വിഡ്ത്ത്. ലെങ്ത്തിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. ഒരു പീസ് 14.25 ഇഞ്ചും ചെറിയ പീസ് സ്മോൾ പീസ് 9.25 ഇഞ്ചും. മസ്റ്റേർഡ് ഞാൻ ഒരു 1 kg എടുത്തിട്ടുണ്ട്. അതിനി നിറക്കുന്നത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും 1 kg വേണ്ടി വരും. ആവശ്യമുള്ളത്ര എടുക്കാം. ഫസ്റ്റ് ചുറ്റും സ്റ്റിച്ച് ചെയ്യുക. പില്ലോ ചുറ്റും സ്റ്റിച്ച് ചെയ്യുക. ഒരു 2 ഇഞ്ചസ് ഓപ്പണിങ്സ് വെക്കണം. എന്നുവെച്ചാൽ കടുക് നിറക്കേണ്ട ആവശ്യത്തിന് അത്രയും വേണ്ട. ചുറ്റും സ്റ്റിച്ച് ചെയ്തിട്ട് ഫണൽ വെച്ച് നിറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2 ഇഞ്ചസ് ഓപ്പണിങ്സ് പറഞ്ഞത്. അപ്പോൾ ഇതിനെ കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അത് തല കീഴായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഫണൽ പോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച്. ഇതാകുമ്പോൾ വേഗം നിറയുന്നുണ്ട്. പിന്നെ ക്ലീനായ മസ്റ്റേർഡ് ആയതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. തുണീൻ്റെ ഉള്ളിലൂടെ കുട്ടിക്ക് തലയ്ക്ക് എന്തെങ്കിലും തട്ടുന്നൊന്നും പേടിക്കാനില്ല. നല്ല ക്വാളിറ്റി ഉള്ളതാണ് വാങ്ങിയത്. അത് ക്ലീൻ ചെയ്തിട്ടുമുണ്ട്. ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ആയതുകൊണ്ട് ഞാനൊരു 3 ഇഞ്ചസ് ഓപ്പണിങ്സ് വെച്ചിട്ടുണ്ട്. എന്നാലേ അത് ഇതാക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ ഇതാ നമ്മൾ എടുക്കുന്ന പില്ലോൻ്റെ ഹാഫ് മാത്രമേ കടുക് മസ്റ്റേർഡ് നിറയ്ക്കാൻ പാടുള്ളൂ. ഇത് ലൂസായി കിടക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പകുതിയാണ്. ഇതാണ് 1 കിലോ ആണ് ഇതിൻ്റെ അകത്ത് നിറച്ചിട്ടുള്ളത്. ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓപ്പണിങ്സ് ക്ലോസ് ചെയ്തു. അപ്പോൾ എല്ലാം ഇത്രയേ പാടുള്ളൂ നിറയെ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കുട്ടിയുടെ കിടത്തി കുട്ടി ഇങ്ങനെ തല ഇങ്ങനെ ഉരുട്ടുമ്പോൾ അതിന് കണക്കായിട്ട് കുട്ടിയുടെ ഷേപ്പിന് കണക്കായിട്ട് ഇതിങ്ങനെ ആവും. അങ്ങനെയാണ് തല ഷേപ്പാക്കുന്നത്. ഇനി പില്ലോ കവറാണ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങേണ്ടത്. അതിൻ്റെ ബാക്ക് പീസ് ഓപ്പണിങ്സ് 2 പീസിൻ്റെതും ഓപ്പണിങ്സ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. ഇനി ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ ബാക്ക് പീസ് 2 ചേർത്ത് വെച്ചിട്ട് ചുറ്റും 4 സൈഡിലും സ്റ്റിച്ച് ചെയ്യുക. ബാക്ക് സൈഡ് ഇതേപോലെ വെച്ച് ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ചുറ്റും സ്റ്റിച്ച് ചെയ്യുക. സൈഡിലോട്ട് ഒരു ഫുട്ട് വിട്ടിട്ട് ചുറ്റും സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് മറിച്ചിടാം. ഇനി അതിൻ്റെ സ്മോൾ പീസും ഇതിൻ്റെ മേലെ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ആദ്യം കുറച്ച് വലിയ പീസ്
പില്ലോൻ്റെ ഫ്രണ്ട് പീസിൻ്റെ മേലെ വെച്ച് ഞാൻ ചെറിയ പീസും. പില്ലോ കവറാണിത്, കവറാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പം. ഇതാണ് പില്ലോ കവറിൻ്റെ ഓപ്പണിങ്സ്. ഒരു വലുതിൻ്റെ മേലെ ചെറുത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പില്ലോ കവർ സ്റ്റിച്ച് ചെയ്ത് മറച്ചിട്ടിട്ടുണ്ട്. ഈ ഓപ്പണിങ്സ് ഇതേപോലെയാണ് ഞാൻ ഓപ്പണിങ്സ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലൂട്ട് പില്ലോ വെക്കാം. പക്ഷേ ഞാൻ ഇവിടെ നേരത്തെ ഒരു 2¼ ഇഞ്ച് വിട്ടില്ലേ, 1/4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാനെടുത്ത് 2 ഇഞ്ചസ് ഞാൻ ഇവിടെ ഒരു സിക്സാഗ് സാറ്റിൻ എന്നെല്ലാം പറയാം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിനൊരു സിൽക്ക് നൂലിലാണ് ചെയ്യേണ്ടത്. എൻ്റെ അടുത്ത് സിൽക്ക് നൂല് വൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓർഡിനറി ത്രെഡിലാണ് ചെയ്യുന്നത്. സിൽക്ക് ത്രെഡിലല്ലാത്തതുകൊണ്ട് സിക്സാഗ് സ്റ്റിച്ച് ചെയ്താൽ ഭംഗിയുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ആ സ്ഥലം നിങ്ങൾക്ക് ഓർഡിനറി സ്ട്രെയിറ്റ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരികയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ച് സിക്സാഗ് ചെയ്യാത്താൽ മതി. തിക്കായിട്ടുള്ള ക്ലോത്ത് ആയതുകൊണ്ട് മെഷീനിന് ശബ്ദം. പില്ലോ കവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസ്റ്റേർഡ് നിറച്ച പില്ലോ ഇതിൻ്റെ അകത്തേക്ക് ഇടണം. മറ്റേ പോളിഫൈബറിൻ്റെ പില്ലോ ഇടുന്നത് പോലെ ഇത് സാധിക്കില്ല. ഇതിങ്ങനെ നീങ്ങി കളിക്കുമല്ലോ. നമ്മളിതിൻ്റെ ശരിയായ സ്ഥാനത്ത് ഇതെല്ലാം വെച്ച് കൊടുത്തിട്ട് ചെയ്യണം. ഇതിൻ്റെ കോർണറെല്ലാം റെഡിയാക്കി കൊടുക്കണം. ഇങ്ങനെയാകുമ്പോൾ സുഖമാണ്. ഇത് അഴിഞ്ഞ് വരില്ല. എവിടെയൊന്നും ബട്ടണൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടി വീതിയിൽ ഇങ്ങനെ വെച്ചാൽ മസ്റ്റർഡ് പില്ലോ കടുക് തലയണ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒരു 1 ഇയർ വരെ കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റും. സാധാരണ പഴയ ആൾക്കാർ പറയില്ലേ, പായയിലിട്ടിട്ട് തല ശരിയാവണമെങ്കിൽ അതിന് പകരം ഇത് നല്ലതാണ്. കുറച്ച് വലുതാകുമ്പോൾ എല്ലാം ഇങ്ങനെ കുട്ടി മറയും തിരിയും ചെയ്യുമ്പോൾ അതിന് കണക്കായിട്ട് ഈ കടുക് തെന്നി മാറും. താങ്ക് യു ഫോർ വാച്ചിങ്.